കറകളഞ്ഞ കോൺഗ്രസുകാരനാണ് സലീം കുമാർ. കോൺഗ്രസ് അധികാരത്തിന് പുറത്തുനിന്ന് 10 വർഷവും കോൺഗ്രസിന് ഒപ്പം സലീം കുമാർ ഉണ്ടായിരുന്നു. സാംസ്കാരിക നായകരിൽ പലരും അധികാരത്തിന്റെ തണൽ പറ്റി ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിന്നപ്പോഴെല്ലാം താനൊരു കോൺഗ്രസുകാരനാണെന്ന് പറയാനുള്ള ആർജവം കാണിച്ച വ്യക്തി കൂടിയാണ് സലീം കുമാർ. കഴിഞ്ഞ 10 കൊല്ലമായി സംസ്ഥാനത്ത് വേട്ടയാടപ്പെട്ടത് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, CPM ഇതര സാംസ്കാരിക നായകന്മാരുമുണ്ട്. അക്കൂട്ടത്തിൽ മുൻപന്തിയിലാണ് സലീം കുമാർ. സൈബറിടങ്ങളിൽ വല്ലാതെ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് ഈ നടൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകനെ പോലും CPM സൈബർ സഖാക്കന്മാർ വെറുതെ വിട്ടിട്ടില്ല. പറവൂർ സ്വദേശമായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും പറവൂർ MLAയുമായി അടുത്ത ബന്ധമുണ്ട് സലീം കുമാറിന്. VD സതീശന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പറവൂരിൽ വിവിധ കേന്ദ്രങ്ങളിലാണ് സലീം കുമാർ പ്രസംഗിച്ചത്. CPMന് കണക്കിന് കൊടുത്തുള്ള സലീം കുമാറിന്റെ പ്രസംഗങ്ങൾ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. സലീം കുമാറിനെ പോലെ ചില സാംസ്കാരിക പ്രവർത്തകർ എന്നും കോൺഗ്രസിനൊപ്പമാണ് നിന്നിട്ടുള്ളത്. അധികാരം കിട്ടുമ്പോൾ മാത്രമല്ല, അതില്ലാതിരുന്ന കഴിഞ്ഞ 10 കൊല്ലമായിട്ടും സലീം കുമാർ കോൺഗ്രസിന്റെ ശക്തനായ വക്താവാണ്. സലീം കുമാറിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം എടുത്തു പറയാതെ വയ്യ. VD സതീശൻ പറവൂരിൽ കടുത്ത മത്സരം നേരിടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പര്യടനത്തിൽ സംസാരിച്ച സലീം കുമാർ പറവൂരിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ഒരു സാധാരണ MLAയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് നാളെ ഈ കേരളത്തെ നയിക്കേണ്ട വ്യക്തിക്കാണ്. സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് തിരിച്ചറിഞ്ഞ് അത് അടിവരയിട്ട് ആദ്യം ഉറപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് സലീം കുമാർ. ഒടുവിൽ പറവൂർ പൗരാവലി സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിലും മുൻപന്തിയിൽ സലീം കുമാർ ഉണ്ടായിരുന്നു. മോഹൻലാൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിന്റെ പ്രധാന ആകർഷണവും സലീം കുമാറാണ്. അധികാരം പിടിച്ചതിനു പിന്നാലെ വേണമെങ്കിൽ മാറ്റി നിർത്തപ്പെടാമായിരുന്നു. എന്നാൽ അതുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, മോഹൻലാലിനൊപ്പം തന്നെ വേദിയിൽ ഇരിപ്പിടം നൽകിയാണ് VD സതീശൻ സലീം കുമാറിനെ ആദരിച്ചത്. പ്രസംഗിച്ചപ്പോഴും പഴയ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് താങ്ങിവിടാനും സലീം കുമാർ മറന്നില്ല. നമുക്ക് ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയെന്ന് സലീം കുമാർ പറഞ്ഞപ്പോൾ ഉന്നമിട്ടത് ആരെയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സലീം കുമാറിന്റെ തകർപ്പൻ പ്രകടനത്തിന്റെ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. 10 ദിവസത്തോളം നമ്മളെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് ആ സന്തോഷിപ്പിക്കുന്ന വിവരം നമ്മളുടെ ചെവികളിലെത്തിയത്. ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ളൊരു മുഖ്യമന്ത്രിയെ കേരളത്തിന് നൽകി. വനവാസത്തിന് പോവാൻ നിന്നവരെ നിർബന്ധിച്ച് പട്ടാഭിഷേകം നടത്തിയ ഒരു പറ്റം ജനതയുടെ സായുജ്യത്തിന്റെ കഥയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ശ്രീ VD സതീശൻ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ, ശ്രീകുമാരൻ തമ്പി സാർ, ലാലേട്ടൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നെനിക്കറിയില്ല. ഒരു പൊളിറ്റിക്കൽ സിനിമയുടെ, ത്രില്ലർ സിനിമയുടെ, ദൃശ്യം 3 പോലുള്ള സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഏകദേശം 10 ദിവസത്തോളം നമ്മളെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് ആ സന്തോഷിപ്പിക്കുന്ന വിവരം നമ്മളുടെ ചെവികളിലെത്തിയത്. ഏതായാലും നമ്മൾ പറവൂർക്കാർക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ളൊരു മുഖ്യമന്ത്രിയെ കേരളത്തിന് നൽകി. ഞാനിപ്പോ ആലോചിക്കുന്നത്, ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കരുതുക. നേരെ ഓപ്പോസിറ്റ്. 102 സീറ്റില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ സീറ്റുകൾ വന്നാൽ സതീഷിന്റെ അവസ്ഥ എന്തായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത്രയും റിസ്ക് എടുത്തിട്ട് എന്റെ ഭാവി പോലും കണക്കാക്കാതെ അദ്ദേഹം എടുത്ത വെല്ലുവിളികൾ, അതിന് അഭിനന്ദിക്കാതെ വയ്യ. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട്, 100 സീറ്റ് ഇടും, 100 സീറ്റ് ഇടുന്നു, എല്ലാ പദപ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം VD സതീശൻ എന്ന നേതാവിൻ്റെ ഒരു ചങ്കൂറ്റം കൊണ്ടായിരുന്നു. മനോരമയിൽ പത്രത്തിൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ VD സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരിചയമുള്ളതിൻ്റെ പേരിൽ ഒരു ഓർമ്മ ഒന്ന് എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റന്നാളാണ് വന്നെങ്കിൽ ഇന്നാണ് അവർ വിളിക്കുന്നത്.
അപ്പം ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകണം, ഞാൻ ഇന്ന് തന്നെ എഴുതി തരാമെന്ന് പറഞ്ഞു. അന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു ഇന്ന് വേണ്ട, നാളെ മതി. ഞാൻ പറഞ്ഞു നാളെ പറ്റൂല, ഞാൻ ഹോസ്പിറ്റലിൽ പോകണം എനിക്ക്. അങ്ങനെ അന്ന് തന്നെ എഴുതി ഞാനത് അയച്ചു കൊടുത്തു, മനോരമയിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പറ്റും, ഇതെൻ്റെ ചങ്കിൽ നിന്നെടുത്ത വാചകങ്ങളാണ്, അതൊരിക്കലും നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് നശിപ്പിക്കേണ്ടി വരില്ല. 2 ദിവസം കഴിഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും വന്നാലും വന്നില്ലെങ്കിലും ആ ക്യാപ്ഷൻ നന്നായിട്ടുണ്ട്, വനവാസക്കാരൻ്റെ പട്ടാഭിഷേകം. സത്യത്തിൽ അതാണ് നടന്നത്. വനവാസത്തിന് പോവാൻ നിന്നവരെ നിർബന്ധിച്ച് പട്ടാഭിഷേകം നടത്തിയ ഒരു പറ്റം ജനതയുടെ സായുജ്യത്തിന്റെ കഥയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ശ്രീ വി ഡി സതീശൻ. വെൽ ബിഗൻ ഈസ് ഹാഫ് ഡൺ എന്നാണ് പറയാറ്. നല്ല തുടക്കം പകുതി ചെയ്തതിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ നല്ല തുടക്കമായിരുന്നു. അതിമനോഹരമായിട്ട് ഇനിയുള്ള വർഷങ്ങൾ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുഞ്ചിരി, അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ഈ പുഞ്ചിരി, പാൽപുഞ്ചിരി എന്ന് പറയാം, അത് മായാതെ തുടർച്ചയായി സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.